ഇപ്പോൾ പിള്ളേരെല്ലാം പുറത്തു പോവാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് രക്ഷപ്പെടണ്ടേ? അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ 60 വയസ്സ് വരെ ജോലി ചെയ്ത് തീർക്കാനാണോ? നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല, രാജ്യം തിരിച്ചെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 140 കോടി ജനങ്ങളുണ്ട് എന്നുള്ളത് മോശമായിട്ടും പറയാം, നന്നായിട്ടും പറയാം. അത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്ന വീഡിയോയ്ക്ക് എല്ലാം മില്യൺ കണക്കിന് വ്യൂസ് ആയിരുന്നു. അതിൻ്റെ സത്യമില്ല. യൂട്യൂബിൽ എവിടെയും അതിൻ്റെ സത്യമില്ല. ഇംഗ്ലീഷുകാരൊക്കെ ഇത് 1970കളിൽ തന്നെ പൊളിച്ചു വെച്ച സാധനമാണ്. കൂടി വന്ന നമ്മുടെ നാടിൻ്റെ ഒരു വലുപ്പം അങ്ങനെയല്ല. കേരളത്തിൻ്റെ 10 മടങ്ങ് വലിപ്പമുള്ള ഒരു സമുദ്രത്തിലെ ഏരിയയാണ്. ആ ഏരിയയിൽ 1 or 2 കപ്പൽ മിസ്സാവുക, വിമാനം മിസ്സാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമ്പോഴാണ് അവിടെ മിസ്റ്ററി ഉണ്ടാവുക. കടലിലൊരു കപ്പൽ പോകുന്നു, ആ കപ്പൽ ഐസ്ബർഗിൽ ഇരിക്കുന്നു. അന്നത്തെ കാലത്ത് ഈ ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നത് വലിയ ബിസിനസ്സുകാർക്ക് മാത്രമാണ്. ഈ കപ്പൽ ഇടിച്ച് താഴ്ന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകാർ മൊത്തം ഇല്ലാതാവുമല്ലോ. അപ്പോൾ ബിസിനസ് എതിരാളികൾ മൊത്തം പോയി. അത് ഒരു കോൺസ്പിറസി മാത്രമാണ്, തെളിവുകളില്ല. ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ കൂടി വരുന്നൊരു കാലമാണ്. നമ്മൾ ടോർച്ച് കണ്ടുപിടിച്ചപ്പോൾ ഒരുപാട് പ്രേതങ്ങൾ പോയി. കാരണം നമ്മൾ ചൂട്ട് വെച്ചിട്ട് ഇങ്ങനെ വീശി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളെ നിഴലുകൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും വാഴയൊക്കെ കണ്ടിട്ട് ആരാടാ അവിടെ നിൽക്കുന്നതൊക്കെ സിനിമയിൽ കാണുന്ന പോലെ അങ്ങനെയുള്ള സാധനങ്ങളെ കണ്ടിട്ട് നമുക്ക് മനുഷ്യരൂപങ്ങൾ തോന്നും. ഓഡിയൻസ് അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനും അത് പണമാക്കി മാറ്റാനും ചാനലുകൾ ഉണ്ടായി വരും. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പം മറ്റു രാജ്യങ്ങളെയൊക്കെയാണ് ഇന്നത്തെ ജനറേഷൻ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റ് കാര്യങ്ങൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ കൂടുതലായിട്ടും ഡിഗ്രി എടുക്കുക, എബ്രോഡ് പോവുക, അവിടെ പാർട്ട് ടൈം ജോബിന് പോലും ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കിട്ടുന്നുള്ളൊരു ടോക്ക് കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഇന്ത്യയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യവും അതുപോലെ തന്നെ അതിന് കിട്ടുന്ന ഏർണിങ്സ്, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞല്ലോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യം എങ്ങനെയാണ് നോക്കുവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ പിള്ളേരെല്ലാം പുറത്തു പോവാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് രക്ഷപ്പെടണ്ടേ? അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ 60 വയസ്സ് വരെ ജോലി ചെയ്ത് തീർക്കാനാണോ? അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി എവിടെ നിന്നാണോ വരുന്നത് അവരങ്ങോട്ട് പോകണം. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല, രാജ്യം തിരിച്ചെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഓരോരുത്തരുടെയും ലൈഫാണ്. ഒരു കുട്ടീനെ പ്രഷർ ചെയ്തിട്ട് ആ കുട്ടിയെ സൂയിസൈഡ് ചെയ്തില്ലേ, വലിയ വാർത്തയില്ലേ? ഡോക്ടേഴ്സിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? വളരെ വിഷയങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലായിടത്തും അല്ല, ഇന്ത്യ മൊത്തം മോശമെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, നല്ല രീതികളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കതേ ചെയ്യാൻ പറ്റും, ഇത്ര ജനസംഖ്യ കൂടുതലല്ലേ. അപ്പം നമ്മൾ പിന്നെ അഴിമതി കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവിടെ നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 140 കോടി ജനങ്ങളുണ്ട് എന്നുള്ളത് മോശമായിട്ടും പറയാം, നന്നായിട്ടും പറയാം. എത്ര പേർക്ക് പ്രൊഡക്റ്റ് വിൽക്കാം, എത്ര പേരാ കിടക്കുന്നത്. ഇന്ത്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ഉണ്ട് ശരിക്കും. ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു സ്വരാഷ്ട്ര അഭിമാനമൊക്കെ കൂടുതലുള്ള ആളുകളാണ്, വീരാരാധന കൂടുതലുള്ള ആളുകളാണ് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ. ഒരു അഭിമാനമുള്ള നമ്മളിൽ ഒരാൾ എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉള്ളത്. അപ്പോൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയ നല്ല സ്ഥലമാണ്, വിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ല, അവന് കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നത്, അവന് വിദേശത്തേക്ക് പോയി അവൻ രക്ഷപ്പെടുന്നതാണെങ്കിൽ അവൻ പോവും. അവനെ നമുക്ക് പിടിച്ചു നിർത്താനുള്ള ലോസ് ഒന്നും കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. അവൻ രക്ഷപ്പെടട്ടെ. ഇൻഡിവിജ്വൽ ആളുകൾ ഓരോരുത്തരും ഓരോ മനുഷ്യനല്ലേ, അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇവിടെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും സ്റ്റിൽ മലയാളികൾക്കിടയിൽ, അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല ഒരുപാട് പേർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സംശയമാണ്, ദുരൂഹതയാണ് ബർമുഡ ട്രയാങ്കിൾ. ഇപ്പോഴും പല പ്ലെയിനുകളൊക്കെ അപ്രത്യക്ഷമാകുന്നു, എവിടെ പോയി ഒരു ഐഡിയയും ഇല്ലാത്തൊരു. അപ്പം എന്താണ് ശരിക്കും ഈ ബർമുഡ ട്രയാങ്കിളിന് പിന്നിലുള്ള രഹസ്യം? പറഞ്ഞതുപോലെ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ബർമുഡ ട്രയാങ്കിൾ വലിയ മിസ്റ്ററി ആയിരുന്നു. അത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഇടുന്ന വീഡിയോയ്ക്ക് എല്ലാം മില്യൺ കണക്കിന് വ്യൂസ് ആയിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു കോണ്ടന്റ് ഗ്യാപ്പ് അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യമില്ല. യൂട്യൂബിൽ എവിടെയും അതിൻ്റെ സത്യമില്ല. ഇംഗ്ലീഷുകാരൊക്കെ ഇത് 1970കളിൽ തന്നെ പൊളിച്ചു വെച്ച സാധനമാണ്. ഇപ്പോൾ ബർമുഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ചെന്നിട്ട് ബർമുഡ ട്രയാങ്കിൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. പക്ഷെ നമുക്ക് മലയാളികൾക്കാണ് ഒരു വലിയ സംഭവമായിട്ട് നിൽക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ലോകത്ത് പണമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന കടലിലെ വലിയൊരു ഏരിയ, സമുദ്രത്തിലെ വലിയൊരു ഏരിയ, ആ ഏരിയയിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലൂടെ ജീവൻ പണയം വെച്ച ആളുകൾ വിമാനത്തിൽ പോകാൻ തയ്യാറാവോ? ഇല്ല. കപ്പലിൽ പോകാൻ തയ്യാറാവോ? ഇല്ല. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിമാന ഗതാഗതം നടക്കുന്ന വഴികൾ
ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ ലൈവ് മാപ്പൊക്കെ കാണാൻ പറ്റുന്ന സാഹചര്യം ഇപ്പം ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഏരിയ ആണ് ബർമുഡ ട്രയാങ്കിൾ. അതെ, ആ ഏരിയ എന്ന് പറയുന്നത്. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഒരു വീടിന്റെ വലിപ്പം, കൂടി വന്ന നമ്മുടെ നാടിന്റെ ഒരു വലിപ്പം. അങ്ങനെയല്ല, കേരളത്തിന്റെ 10 മടങ്ങ് വലിപ്പമുള്ള ഒരു സമുദ്രത്തിലെ ഏരിയ ആണ്. ആ ഏരിയയിൽ 1-2 കപ്പൽ മിസ്സാവുക, വിമാനം മിസ്സാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ട്രയാങ്കിൾ ഒരിക്കലും നമുക്ക് ഗ്ലോബിൽ വരയ്ക്കാൻ പറ്റില്ല. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2D സ്ട്രക്ചറാണ്. അത് മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്താൽ മതി ഇതിന് വിഷയത്തിന്. അപ്പോൾ അത് എന്താണെങ്കിലും ഇങ്ങനെയാണ് ഉണ്ടാവുക. വരയ്ക്കാൻ പറ്റില്ല. അപ്പം അത് ഒരു ഇമാജിനറി സ്ഥലമാണ്. അത് ശരിക്കും മാപ്പിൽ എവിടെയും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സാധനമല്ല. അത് 1970-കൾക്ക് മുന്നേ ചില പുസ്തകങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ള സാധനമാണ്, കഥകളിലൂടെ, പണ്ട് കാലത്തെ കഥകളിലൂടെയൊക്കെ വന്നിട്ടുള്ള സാധനമാണ്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക, ബർമുഡ ട്രയാങ്കിളിൽ സർവൈവ് ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല യൂട്യൂബേഴ്സും ഇപ്പോഴും മിസ്റ്ററി ആയിട്ട് കാണുന്ന പല സ്ഥലത്തുള്ള ആളുകളും അവിടെ പോയിട്ട് ബോട്ടിൻ്റെ ഉള്ളിൽ ദിവസങ്ങളോളം താമസിച്ച് തിരിച്ചു വരുന്നുണ്ട്. കടൽ, അതായത് നമ്മൾ ലോകത്തിലെ എല്ലാ കടലിൽ, അതായത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു മിസ്സിംഗ് കേസ് മാത്രമാണോ? അതിന് പിന്നിലൊരു മിസ്റ്ററി ഇല്ല? അല്ല, മിസ്റ്ററി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, എക്സ്ട്രാ റിസ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണെങ്കിലും ഇൻഷുറൻസ് തുക കൂടും. അതിലൂടെ പോകുന്ന വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ഉള്ള ഇൻഷുറൻസ് തുക കൂട്ടേണ്ടതാണ്. കാരണം ഈ ഹൂതി അറ്റാക്ക് ചെങ്കടലിൽ ഉണ്ടായ സമയത്ത് അതിലൂടെ പോകുന്ന ഈ വിമാനങ്ങളല്ല, കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക ഡബിൾ ആയിരുന്നു. കാരണം ഇൻഷുറൻസ് കമ്പനികൾക്ക് അവിടെ റിസ്ക് വരികയാണ്. ബർമുഡ ട്രയാങ്കിളിന്റെ ഭാഗത്തൂടെ പോകുന്ന ലോയിഡ്സിന്റെ കണക്കുകളുണ്ട്, ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള. പ്രത്യേകമായിട്ട് ബർമുഡ ട്രയാങ്കിളിന്റെ ഭാഗങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് തുക കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ നോർമൽ മിസ്സിംഗ് കേസുകളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഓഫ് ഗോഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, എവിടെയാണോ നമുക്ക് അറിയാത്തത്, അവിടെ നമ്മൾ മിസ്റ്ററി കയറ്റും. അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയും. ഇപ്പൊ അതിലൂടെ ഞാനൊന്ന് കണക്ട് ചെയ്ത് ചോദിക്കുവാണ്. ഇപ്പം ബർമുഡ ട്രയാങ്കിൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു വേർസ്റ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചെറിയൊരു വലുതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ അർജുന്റെ മിസ്സിംഗ് കേസ്, അത് ചെറിയൊരു സ്പോട്ടിൽ നടന്നൊരു ലോറി മിസ്സിംഗ് ആണ്. അപ്പം ആ മിസ്സിംഗ് പോലും കഴിയാത്ത രീതിയിൽ, അതായത് ഇപ്പം മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആണെങ്കിൽ പോലും എടുക്കുന്നത്, ലോറി കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ സിസ്റ്റം ടെക്നോളജിയൊക്കെ എത്ര വളർന്നാലും ലൈക്ക് ഇന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് കോമൺ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതിൽ കേരളത്തിന് സംഭവിക്കുന്ന വീഴ്ചയാണിത്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമുക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, നമ്മുടെ ആ ഒരു പ്രാധാന്യം, ഒരു കേസിന്റെ പ്രാധാന്യം എത്രത്തോളം ഗവൺമെന്റ് ടെക്നോളജീസ് എത്ര വലുതാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് എത്ര വലുതാണെങ്കിലും ആ ഒരു സ്പേസിൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ, മണ്ണിലാണോ പുഴയിലാണോ ആ ലോറി കിടക്കുന്നത്, അത്രയും വലിയ ലോറിയാണ്. അതും മണ്ണും പുഴയല്ലേ, കടലും ഇതുമല്ല, മണലും അല്ല. അപ്പൊ അവിടെ പോലും നമുക്ക് ഇത്ര ദിവസങ്ങൾ എടുത്തു കണ്ടുപിടിക്കാൻ. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തു, മനുഷ്യൻ ജീവനോടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അന്ന് ആദ്യ സമയത്ത് വാർത്തകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ സമയത്ത് കടലിലൊരു വിമാനം പോയാലോ കപ്പൽ പോയാലോ എന്തായിരിക്കും ഒന്ന് നമ്മൾ ഊഹിച്ചാൽ പോരെ. അപ്പൊ കാണാതിരിക്കുന്നത് സ്വാഭാവികമാണ്. പിന്നെ ബർമുഡ ട്രയാങ്കിളിന്റെ ഭാഗങ്ങളിൽ പോയാൽ കപ്പലുകളും വിമാനങ്ങളും വാനിഷ് ആവുക എന്നാ പറയുന്നത്, അപ്രത്യക്ഷമാവുക. ഇഷ്ടം പോലെ 1908 കാണാതെ പോയിട്ടുള്ള വിമാനങ്ങളല്ല, കപ്പലുകളൊക്കെ 100 വർഷത്തിന് ശേഷം കപ്പലുകളുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അതായത് ആ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഭാഗത്ത് കപ്പലുകളോ വിമാനങ്ങളോ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഉടനെ ബർമുഡ ട്രയാങ്കിളുമായിട്ട് കൂട്ടിക്കെട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് രസമാണ്, ആളുകൾക്ക് ഒരു കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. കടലാണ് ഒന്നാമത്, മിസ്റ്ററിയാണ്. അപ്പൊ അത് കാണാൻ ധാരാളം ആളുകളുണ്ട്. അപ്പൊ ഓഡിയൻസ് എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് ചാനൽസ് ഉണ്ടായി. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാരുടെ ചിന്താഗതിയെ വിറ്റ് കാശാക്കുന്ന ഒരു മിസ്റ്റീരിയസ് സാധനമാണ് ബർമുഡ ട്രയാങ്കിൾ. ആളുകൾക്ക് ദോഷമില്ലെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ആളുകൾ കണ്ടോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ ബർമുഡ ട്രയാങ്കിളിന് ഇത് ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ കാശുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ, അല്ലാത്ത രീതിയിൽ അല്ല. അതുപോലെ തന്നെ അതിനെ വീണ്ടും ഞാനൊന്ന് കണക്ട് ചെയ്യുന്നു. ടൈറ്റാനിക്, എനിക്ക് തോന്നുന്നു ടൈറ്റാനിക് ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ക്രൂസ് വരുന്നു. ആ ഒരു കപ്പൽ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ സിങ്ക് ആവുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഐസ്ബർഗിൽ ഇടിച്ചിട്ട്. ശരിക്കും ഇപ്പോഴാലോചിക്കുമ്പോൾ, അതായത് വർഷങ്ങൾക്ക് ശേഷം നടന്ന ഈ ഒരു ഇൻസിഡൻറ്റും അത്രയും പ്രൊട്ടക്ഷനോട് കൂടി പോയ ടൈറ്റാനിക്, എനിക്ക് അറിയില്ല അതിന് പിന്നിലുള്ള കാര്യങ്ങളൊന്നും. അപ്പം ഞാൻ ചോദിക്കുവാണ്, എനിക്ക് തോന്നിയൊരു ഡൗട്ട്. അപ്പം ഇതും എങ്ങനെയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷൂറിയസ് കപ്പലിന് പിന്നിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ലൈക്ക് ആക്സിഡന്റ് ആയിരുന്നു ആക്ച്വലി? ഇതൊരു വിഷയത്തിനെ സമീപിക്കുന്ന സമയത്തെ നമ്മൾ ചിന്തിച്ചു, നടക്കാൻ
പാടില്ല, അതല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമ്പോഴാണ് അവിടെ മിസ്റ്ററി ഉണ്ടാവുക. യെസ്. കടലിലൊരു കപ്പൽ പോകുന്നു, ഉം. ആ കപ്പൽ ഐസ്ബർഗിൽ ഇരിക്കുന്നു, അതും അത്ര സെലിബ്രേറ്റഡ് ആയിട്ടാണ് ആ ഒരു അതൊക്കെ പരസ്യല്ലേ. അതെ അതായത് ഒരു കപ്പൽ പോകുന്നു, ഉം. മഞ്ഞുമലയിൽ ഇരിക്കുന്നു, കടലിൽ താഴുന്നു. നടക്കുന്ന കാര്യമാണോ? നടക്കാം, യെസ്, സാധ്യതയുണ്ട്, അത് സംഭവിച്ചു. പോസിബിലിറ്റി ഉണ്ട്. അത്രേ ഉള്ളൂ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ JP മോർഗൻ ആയിരുന്നു പ്രധാനപ്പെട്ട അതിലെ ഇൻവെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉം. JP മോർഗൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള JP മോർഗൻ ചേസ് എന്നൊക്കെ കേട്ടില്ലേ, ഉം. ബാങ്കറാണ് പുള്ളി. അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി സമയങ്ങളിൽ ഒരു രാജ്യത്തിന് മുഴുവൻ ഒറ്റയ്ക്ക് കൈപിടിച്ചുയർത്താൻ പോലും ശക്തി ഉണ്ടായിരുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ മോർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ കമ്പനികൾ പിടിക്കുന്ന ഓരോ തന്ത്രങ്ങളുണ്ട്. അതായത് ഷെയർസ് പയ്യെ വാങ്ങിയിട്ട് ഒരു കമ്പനിയെ മൊത്തമായിട്ട് സ്വന്തമാക്കുന്ന, അപ്പോൾ അത്രയും വലിയ ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ബിസിനസ് എതിരാളികളായിരുന്നു ഈ കപ്പലിൽ കൂടുതലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്പിരസി നിലനിൽക്കുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്ത് ഈ ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നത് വലിയ ബിസിനസ്സുകാർക്ക് മാത്രമാണ്. ഈ കപ്പൽ ഇടിച്ച് താഴ്ന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകാർ മൊത്തം ഇല്ലാതാവുമല്ലോ. അപ്പോൾ ബിസിനസ് എതിരാളികൾ മൊത്തം പോയി. അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു കോൺസ്പിരസി നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ വേറൊരു കോൺസ്പിരസി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് RMS ടൈറ്റാനിക് അല്ല മുങ്ങിയത്. RMS ഒളിമ്പിയ എന്ന് പറഞ്ഞിട്ട് വേറെ ഇതേപോലുള്ള എൻ്റെ ഒരു ട്വിൻ കപ്പലുണ്ട്. ആ കപ്പലാണ് വിട്ടതെന്നും ആ കപ്പലാണ് ഇടിച്ച് മുങ്ങിയതെന്നും അങ്ങനെ. അത് ഒരു കോൺസ്പിരസി മാത്രമാണ്, തെളിവുകളില്ല. ടൈറ്റാനിക്കിന്റെ പാർട്സ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നീടാണ് കൂടുതൽ കാര്യങ്ങളും തെളിവുകളായൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ ടൈറ്റാനിക്കിന്റെ പാർട്സ് പിന്നീട് കിട്ടി. പിന്നെ അത് ടൈറ്റാനിക് ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ പോയി കാണാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം കോൺഷ്യസ് ആണ്? ഇപ്പോഴല്ല, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഒരു കോണ്ടന്റ് ചെയ്യുക. റിസർച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർ ചരിത്രത്തിലെ ഒരു പെർട്ടിക്കുലർ ഭാഗം അവരെടുത്ത് എഴുതിയതിന് ശേഷം അതിൻ്റെ റെഫറൻസുകൾ താഴെ വെക്കും. ഈ റെഫറൻസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർനെറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഓതൻറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണോ, ഓതൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകളാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ മാനുഷികമായിട്ടുള്ള മിസ്റ്റേക്കുകൾ കടന്നുകൂടാം. പക്ഷെ നമ്മൾ ഇററിനെ പരമാവധി അവോയ്ഡ് ചെയ്തിട്ടാണ് കോണ്ടന്റുകൾ മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഓരോ വീഡിയോ നമ്മൾ കാണുമ്പോഴാണെങ്കിലും അതിന്റെ പ്രൂഫുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോർഷൻസ്, ഇപ്പം ആർട്ടിക്കിൾസ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള പ്രൂഫ് ആ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഏതെങ്കിലും സബ്ജക്ട് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും മുന്നിലുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ ആരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സ് പലരും നമുക്ക് മെയിൽ ചെയ്തൊക്കെ പറയും, ഇന്ന ടോപ്പിക്ക് ചെയ്യണം, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള മെയിലുകളും കാര്യങ്ങളും വരാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സബ്ജക്റ്റിലെ എക്സ്പേർട്ട് ചിലപ്പോൾ ആ വിഷയത്തിൽ ചിലപ്പോൾ 10 പുസ്തകം എഴുതിയ ആളായിരിക്കും, അല്ലെങ്കിൽ 100 പുസ്തകം വായിച്ച ആളായിരിക്കും. അവർ കാച്ചിക്കുറുക്കി എഴുതുന്ന ആർട്ടിക്കിളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 100 പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കുറേയൊക്കെ അതിലുണ്ടാവും. പിന്നെ അങ്ങനെ നിരവധി ആളുകൾ, നിരവധി എക്സ്പേർട്സ് എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കി പറയല്ല, ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ഇവരുടെ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ട് അവരുടെ പുസ്തകങ്ങളോ അവരുടെ ആർട്ടിക്കിളുകളോ റെഫറൻസ് കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കൊരു ടോപ്പിക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഓരോ വിഷയവും എക്സ്പേർട്ടിനെ വിളിച്ച് സംസാരിക്കാൻ നിന്നാലോ, ഇങ്ങനെ ആഴത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേ ഇരുന്നാലോ ഒരുപാട് സമയം അതിൽ നഷ്ടപ്പെടും. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം അന്ധവിശ്വാസങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പം യൂട്യൂബ് ചാനലിലാണെങ്കിൽ പോലും പല രീതിയിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഗോസ്റ്റിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഓജോ ബോർഡ് കോൺസെപ്റ്റ്, ഗോസ്റ്റ്, ഇതിനെയൊക്കെ ഒരുപാട് രീതിയിൽ, ഇപ്പം ഒരു പ്ലേസ് പോലും, ഒരു പോപ്പുലർ പ്ലേസ് സുമതി വളവ് പോലുള്ള സ്ഥലങ്ങൾ, ഇതിനെയൊക്കെ ഭയങ്കര രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാരിലേക്ക് ഇപ്പോൾ ഒരു സുമതി വളവിനെ പറ്റി നോക്കുകയാണെങ്കിൽ 100 കഥകളുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഈ സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതാണ് സത്യം എന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് പല കാര്യങ്ങളും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ കൂടി വരുന്നൊരു കാലമാണ്. അപ്പോൾ ചരിത്രം നോക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഫാക്ട്സ് സയൻസ് ഒക്കെ നോക്കുന്ന അനുരാഗ് ടോക്സിന് ഈ ഒരു ഫീൽഡിനെ പറ്റി എന്താണ്? സുമതി വളവിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പ്രേതം ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷേ പ്രേതം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ വഴിവിളക്ക് വെച്ചപ്പോൾ പ്രേതം പോയി. മനസ്സിലായില്ലേ? ലൈറ്റ് വന്ന് വീണപ്പോൾ മനസ്സിലായി അത് പ്രേതമല്ല, നേളായിരുന്നു. അപ്പോൾ അതുപോലെ ഈ നമ്മൾ ടോർച്ച് കണ്ടുപിടിച്ചപ്പോൾ ഒരുപാട് പ്രേതങ്ങൾ പോയി. കാരണം നമ്മൾ ചൂട്ട് വെച്ചിട്ട് ഇങ്ങനെ വീശി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളെ നേളുകൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും വാഴയൊക്കെ കണ്ടിട്ട് ആരാടാ അവിടെ നിൽക്കുന്നതെന്നൊക്കെ സിനിമയിൽ കാണുന്ന പോലെ അങ്ങനെയുള്ള സാധനങ്ങളെ കണ്ടിട്ട് നമുക്ക് മനുഷ്യരൂപങ്ങൾ തോന്നും. പക്ഷെ ടോർച്ച് ആയ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് അവിടെ ഉള്ളതിനെ അടിച്ചു നോക്കാൻ പറ്റും, ദൂരെ ഉള്ളതിനെ കാണാൻ പറ്റും. അപ്പം മനസ്സിലായി അത് വാഴയായിരുന്നു, അല്ലെങ്കിൽ നിഴലായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രേതങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലും പ്രേതങ്ങൾ ഇല്ലാതാവാൻ സാധ്യത ഉണ്ട്. പിന്നെ ഈ ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ അവർ ഓഡിയൻസിൻ്റെ നിലവാരം അനുസരിച്ചിട്ട് ചാനലുകൾ ഉണ്ടായി വരും. ഓഡിയൻസ് അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ
അതിനെ മാർക്കറ്റ് ചെയ്യാനും അത് പണമാക്കി മാറ്റാനും ചാനലുകൾ ഉണ്ടായി വരും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ചിന്തകൾ മാറ്റുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് പല രാജ്യങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും പല ചരിത്രങ്ങളാണെങ്കിലും അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. എനിക്ക് ഏറ്റവും റെസ്പെക്ട് ഉള്ള ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. കാരണം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അല്ലെങ്കിൽ വിഷ്വലി നമുക്ക് എത്തിച്ചു തരുന്നൊരു ആളാണ്. അപ്പം ഇതുപോലെ ഈ വേൾഡിനെ മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ യാത്രകൾ നടത്തണം, ഇതൊക്കെ നേരിട്ട് കാണണം, ഈ ഒരു ചിന്ത ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇപ്പം നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്, ജോലി ചെയ്യാണ്, കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ എവിടെയാണ് ഹാപ്പി അതിനനുസരിച്ചാണ് നിൽക്കേണ്ടത്. അപ്പോൾ എനിക്ക് വേൾഡ് ഒന്ന് കാണണം. ഇപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കാണുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങനെ പോകണമെങ്കിലേ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റേബിൾ ആവണം എന്നുള്ള ഒരു പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ കുറച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കമ്പനി ഈ നിലയിലേക്ക് എത്തിക്കുക, ഒരു കമ്പനി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാവും, ആ രീതിയിലേക്ക് എത്തിക്കുക. അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുക. പൂർണ്ണമായിട്ടും ഒരു ട്രാവൽ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ. ഈ ടൈമിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ റിച്ച് ആവാം, അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു, കാരണം ഇപ്പോൾ ലൈഫ് വാസ് ലൈക്ക് ടു ബിസി. എല്ലാവരും പെട്ടെന്ന് ബിസി ലൈഫാണ് എല്ലാവരുടെയും. അപ്പം ചോദിക്കുവാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പണക്കാരനാവാൻ പറ്റുമോ? അതൊരു പ്രശ്നമുണ്ട്. അത് ക്വിക്ക് മണി ടിപ്സ് എന്നൊക്കെ പറയുന്ന പോലെ ക്വിക്ക് ടിപ്സ് ആണ്. അതിന് വളരെ അപകടമുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട വർഷത്തിൽ നമ്മുടെ പണം നമ്മൾ ജോലി ചെയ്യുന്നു, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് റിച്ച് ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വരുമാനം കൂട്ടുക, ആ വരുമാനം കൂട്ടിയതിൻ്റെ വലിയൊരു പങ്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത മാസവും നമ്മൾ വർക്ക് ചെയ്യില്ലേ, ആദ്യ മാസത്തിന് നമ്മൾ മാറ്റി വെച്ചില്ലേ, ഈ പണം നമുക്ക് വേണ്ടി അവിടെ പണിയെടുക്കും. കാരണം ഇത് കോമ്പൗണ്ടിങ് നടക്കും. ഇത് കമ്പനിയുടെ സ്റ്റോക്സിലായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ഓഹരികളിലായിരിക്കും, അല്ലെങ്കിൽ വിവിധ കമ്പനികളുടെ ഓഹരികളിലായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും. നമ്മളിവിടെ ജോലി ചെയ്യുന്നു, നമ്മുടെ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. നമ്മൾ 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, പണം 24 മണിക്കൂറും 7 ദിവസവും ജോലി ചെയ്യും. നമ്മൾ അടുത്ത മാസം ജോലി ചെയ്യുന്നു, നമ്മൾ പണം മാറ്റി വെക്കുന്നു. ആദ്യം പണിയെടുത്ത പണവും രണ്ടാമത് പണിയെടുത്ത പണവും നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു. അപ്പോൾ ഒരു 12% ഗ്രോത്ത്, 10 to 12% ഗ്രോത്ത് അത് അവിടെ പണിയെടുക്കുന്നു എന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ അനുരാഗ് എന്ന വ്യക്തിയോട് സംസാരിച്ചപ്പോഴാണെങ്കിലും ആദ്യം തന്നെ സംസാരിച്ചൊരു കാര്യമാണ്, ഇന്ത്യ സ്റ്റിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കാറ്റഗറി ഡെവലപ്പിംഗ് നേഷൻ എന്നൊരു കാറ്റഗറിയിലാണ്. അപ്പം ലൈക്ക് യുവർ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പോൾ ഒരുപാട് റിസർച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നോളജ് പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തില്ലെങ്കിൽ വിത്ത് പ്രൂഫോട് കൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പം ഇന്ത്യ ഇപ്പോഴും സ്റ്റിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് യുവർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും നമുക്ക് ഐഡിയാസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇന്ത്യനെ മാറ്റാനുള്ള ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഫ്രീ ബീസ് കൊടുക്കുന്നത് ഒഴിവാക്കുക. റേഷൻ കൊടുക്കാം, അല്ലാതെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് പറയുന്ന വാഗ്ദാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന കാര്യങ്ങൾ വെറുതെ തരാം. വെള്ളം, കറണ്ട് ബില്ല് വേണ്ട, വെള്ളം വേണ്ട, കറണ്ട് ബില്ല് വേണ്ട, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, മനസ്സിലായില്ലേ, റിസർവേഷൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. ഈ ഫ്രീ ബീസ് കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ടാക്സ് മണിയാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. നമ്മളൊരു ടാക്സ് വിരിക്കുന്നു, ഇത് നമുക്ക് തന്നെ ഇരുന്നു. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണ്ടേ? ഇപ്പം ചൈന നോക്കുക, നമ്മളെക്കാളും ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു, ഇപ്പം നമ്മൾ വെട്ടിച്ചു. പക്ഷേ ആ രാജ്യം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്? വിദേശത്തു നിന്ന് കമ്പനികളെ അലോ ചെയ്തു, ധാരാളം പേർക്ക് ജോലി കിട്ടി. ആ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസൊക്കെ കാണണം ചൈനേൻ്റെ. വളരെ അടിപൊളിയായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും അവിടെ വന്നു കഴിഞ്ഞു. അപ്പം നമ്മളെ രാജ്യത്തേക്ക് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് സ്മെല്ലി ആയിട്ടുള്ള ഓടകൾ, ഇപ്പോഴും കൊച്ചി പോലും ഇത്ര ഡെവലപ്മെന്റ് നടന്നെന്ന് കേരളത്തിൽ നമ്മൾ പറയുമെങ്കിൽ പോലും സ്റ്റിൽ വി ആർ ഫേസിങ് അതുപോലുള്ള ഇഷ്യൂസ്. അതെ, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റിയാണ് കൊച്ചിയെങ്കിൽ പോലും നമുക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത്. യുവാക്കൾ എണ്ണം കൂടുതലാണ്. പക്ഷെ രാജ്യത്തിന് വേണ്ടി സ്വന്തം കാര്യമാണ് നോക്കേണ്ടത്. അതായത് നിങ്ങൾ നന്നാവുക, വീട് നന്നാവുക, ഗ്രാമം നന്നാവുക, സംസ്ഥാനം നന്നാക്കുക, രാജ്യം നന്നാക്കുക. അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് രാജ്യത്തിനെ മൊത്തമായിട്ട് നന്നാക്കുക, ഇന്ത്യ മോശമാണ് നന്നാക്കുക, അതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് അത്രയും വലിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഭരിക്കുന്നത് മൊത്തം ഈ IAS-കാരും IPS-കാരും ഒക്കെയാണ്. അവരുടെ കീഴിലുള്ള ആളുകളൊക്കെയാണ്, ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചതൊന്നും നടക്കില്ല. ഒരു ക്യാബിനറ്റ് മൊത്തമായിട്ട് തീരുമാനിച്ച ചെറിയ മാറ്റങ്ങളൊക്കെ ഒരു പക്ഷേ കൊണ്ടുവന്നേക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? എപ്പോഴും നമ്മൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുക.
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമുക്ക് നന്നാവാൻ പറ്റും. നമ്മൾ മാലിന്യം പുറത്തറിയാതിരിക്കാൻ പറ്റും. നമ്മൾക്ക് നമ്മുടെ വരുമാനം കൂട്ടാൻ പറ്റും. കൃത്യമായിട്ട് ടാക്സ് കൊടുക്കാൻ പറ്റും. കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ പയ്യെങ്കിലും ഡെവലപ്പ് ചെയ്തേക്കാം. മാറ്റത്തിലേക്ക് വരുന്നതാണ്. അത് നമ്മളെ കൊണ്ട് ഒറ്റയടിക്ക് മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട. നമ്മളെ കൊണ്ട് നമ്മൾ മാറാനായിട്ട് ട്രൈ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു അനുരാഗ് ടോക്സിലൂടെ അങ്ങനെ ഒരുപാട് പേർക്ക് മാറ്റങ്ങളാണെങ്കിലും ചിന്താഗതിയിലാണെങ്കിലും മാറ്റം വരുത്താനായിട്ട് താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചാലും അറിയാം, ഒരുപാട് പേര് അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പം വിജയം അല്ലെങ്കിൽ സക്സസ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു വാക്കാണെങ്കിലും അതെല്ലാവർക്കും കിട്ടുന്നൊരു വാക്കല്ല. എല്ലാവർക്കും പ്രാവർത്തികമാക്കിയെടുക്കാൻ ഇപ്പോഴും ദൂരത്ത് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് വിജയം എന്നൊക്കെ പറയുന്നത്. അപ്പം ഹൗ യു ഡിഫൈൻ ദ വേർഡ് സക്സസ്? സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നതാണ് സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരുപാട് പണം ഉണ്ടാക്കിയാൽ നമ്മൾ സക്സസ് ആവണമെന്നില്ല. ഒരു വലിയ കമ്പനി ഉണ്ടാക്കിയാൽ നമ്മൾ സക്സസ് ആവണമെന്നില്ല. നമ്മൾക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. നല്ല ലൈഫ് പാർട്ട്ണർ കൂടെ നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ ഓക്കെ ആയിരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒത്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടണം. അതായത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ അതിനെയാണ് ഞാൻ സക്സസ് എന്ന് വിചാരിക്കുന്നത്.